ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള ടെക്നോ വേരിയന്റ് ആണിത്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ടെക്നോ വേരിയന്റിനെ വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കുന്നത്? എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ ടെക്നോ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്? എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്? ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് വെക്കാം. പുതിയ റെനോ ഡസ്റ്ററിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഏറ്റവും കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു വേരിയന്റും ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റും ഈ ടെക്നോ വേരിയന്റ് ആണ്. കാരണം എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നമുക്ക് ഈ വേരിയന്റ് അവൈലബിൾ ആണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ തന്നെ റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് അപാര റോഡ് പ്രസൻസ് ആണ് പുതിയ ഡസ്റ്ററിന്. എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. ഈ ടെക്നോ വേരിയന്റിൽ ഈ ബ്ലാക്ക് കളർ ഒരു രക്ഷയില്ലാത്ത റോഡ് പ്രസൻസ് ആണ്. ഇപ്പൊ വൈറ്റ് ആണെങ്കിൽ ഇതായിരിക്കും വൈറ്റ് വാഹനത്തിന്റെ ഒരു ലുക്ക് കിട്ടുക. പക്ഷെ അതിനേക്കാൾ എന്തുകൊണ്ടും ഒരു പക്ക SUV ലുക്കും റോഡ് പ്രസൻസും തരുന്നത് ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ്. പുതിയ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്ലോട്ട് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹൈ ബീമും ലോ ബീം. അതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് DRLs കാണാം. അത് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു എയർ ഇൻ സ്കൂപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. താഴെ LED ഫോഗ് ലൈറ്റും ഈ വേരിയന്റിൽ വരുന്നുണ്ട്. ഫോഗ് ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ ടെക്നോ വേരിയന്റ് ആണ്. ഫ്രണ്ടിലെ ആ ഒരു ബമ്പറിന്റെ പോർഷൻസ് എല്ലാം ഒരു ഗ്രേ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് പോലെ തോന്നിക്കും. പക്ഷെ അത് പാർക്കിംഗ് സെൻസേഴ്സ് അല്ല, അത് ഫംഗ്ഷൻ ചെയ്യില്ല, ജസ്റ്റ് ഡെമ്മി ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പിന്നെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. അത് ആ ഒരു അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിന് അണ്ടറിലാണ് ആ ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നത്. നടുക്ക് 360 ടോപ്പ് എൻഡിൽ വരുന്നത് കൊണ്ട് അതിന്റെ ഒരു ഡെമ്മി പോർഷനും നമുക്ക് കാണാനായിട്ട് പറ്റും. വേറെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രില്ലിന്റെ പോർഷൻസിലെല്ലാം ഒരു മസ്കുലർ ലുക്ക് തരുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 212 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സെഗ്മെന്റിലെ ഏറ്റവും കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തരുന്ന ഒരു വാഹനം നമ്മളുടെ ഡസ്റ്റർ തന്നെയാണ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു 17 ഇഞ്ച് ഒരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന അലോയ് വീലുകളാണ്. അതിന്റെ നടുക്ക് റെനോയുടെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഡെലിവറി ടൈമിൽ ഇൻസേർട്ട് ചെയ്യും. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഫിനിഷിൽ കൊടുത്തിരിക്കുന്ന അലോയ് വീൽസ് ആണ് വരുന്നത്. 225/60R17 ആണ് ടയർ സൈസ് വരുന്നത്. സിയറ്റിന്റെ ടയറുകൾ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് വേരിയന്റ് തൊട്ടേ നമുക്ക് ഈ ഒരു ഡിസൈനിലുള്ള അലോയ് വീൽസ് ആണ് കാണാൻ പറ്റുക. ടെക്നോ പ്ലസ് വേരിയന്റ് തൊട്ട് നമുക്ക് 18 ഇഞ്ച് വീൽസിലേക്ക് അത് ചേഞ്ച് ആവും. വശങ്ങളിൽ ആ ഒരു മസ്കുലർ ലുക്ക് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് ബ്ലാക്ക് ക്ലാഡിങ്ങുകൾ കൊടുത്തിരിക്കുന്നു. അതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡസ്റ്റർ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. അതിനകത്ത് റെനോയുടെ ലോഗോ മാത്രം ഒരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഫോൾഡിംഗ് ആയ മിറേഴ്സ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. പാഡിൽ ലാംപ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വേരിയന്റ് തൊട്ടാണ് നമുക്ക് പാഡിൽ ലാംപ്സ് വരുന്നത്. അപ്പൊ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് പുതിയ ഡസ്റ്റർ ഫീൽ ചെയ്യും. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 4346 mm ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. വീൽ ബേസ് 2657 mm വീൽ ബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിട്ട് ആണെങ്കിൽ 1815 mm വിട്ടും ഹൈറ്റ് 1703 mm ഹൈറ്റുമാണ് വരുന്നത്. സെഗ്മെന്റിലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനവും നമ്മളുടെ ഡസ്റ്റർ തന്നെയാണ്. ഇനി ഡോർസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ ഒന്നും വരുന്നില്ല. കാരണം ഈ വാഹനത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അൺലോക്ക് ആവുന്ന വാക്കവേ ലോക്ക് ആൻഡ് അൺലോക്ക് ഫീച്ചറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനും ഫോളോ മി ഹെഡ്ലാമ്പിന്റെ ഓപ്ഷനും കൂടിയ ഫുള്ളി ഫംഗ്ഷൻ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. എനിക്ക് എന്ത് തോന്നുന്നു, റെനോ ഡസ്റ്ററിൽ എല്ലാവരും കമന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം ഈ കീ തന്നെയാണ്. ഈ കീ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു എന്ന് പല സോഷ്യൽ മീഡിയയിലും നമ്മൾ കമന്റുകൾ കണ്ടിരുന്നു. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. ഇത് ഫംഗ്ഷണൽ ആണ്. 50 കിലോ വരെ ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് നമുക്ക് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് പനോറമിക് സൺ റൂഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെഗ്മെന്റില് അത്യാവശ്യം വലിപ്പമുള്ള വലിയ സൺ റൂഫ് തന്നെയാണ് ഡസ്റ്ററിൽ വരുന്നത്. ബാക്കിൽ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലും ഷാർപ്പിൻ ആന്റിനെയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ബാക്കിലെ ഡോർ ഹാൻഡിൽസ് ഒരു ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണത്. അപ്പൊ നമുക്ക് ഈ സി പില്ലറും ബി പില്ലറിന്റെ പോർഷൻസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ക്വാർട്ടർ ഗ്ലാസ് കാണാം. അതിന്റെ ഔട്ടിങ് നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടെയിലൈറ്റിന്റെ പോർഷൻസിലെല്ലാം നമുക്ക് റെനോൾട്ട് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. പുതിയ ഡസ്റ്ററിൽ ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാക്ക് പ്രൊഫൈലാണ്. ഒരു ഇന്റർനാഷണൽ റെനോ സ്റ്റാൻഡേർഡിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ബാക്കിലെ കണക്റ്റഡ് ടെയിലൈറ്റ് കാണാം. അത് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കിലെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഒരു എക്സ്ട്രാ സ്പോയിലറിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതിന് നടുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡിഫോഗർ കൂടിയ ഗ്ലാസുകളാണ് വരുന്നത്. ആ ടെയിലൈറ്റിന്റെ താഴെ നമുക്കൊരു
ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. അതൊരു ഗ്ലാസ് ഫിനിഷ് ആയിട്ടാണ് തോന്നുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായ ഡിസൈൻ. നടുക്ക് റെനോൾട്ടിന്റെ ഒരു ലോഗോ കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഇതാണ് നമ്മുടെ റിവേഴ്സ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. ടെയിൽ ലൈറ്റ് നമുക്ക് ഫുൾ LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഈ ഒരു പോർഷൻസിലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെ നമുക്ക് ടർബോ 160 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ഡസ്റ്റർ എന്ന് പറഞ്ഞ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു നമ്പർ പ്ലേറ്റിന്റെ പോർഷൻസിൽ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ടെക്സ്റ്റൈഡ് ഫിനിഷ് കാണാനായിട്ട് പറ്റും. റിവേഴ്സ് ക്യാമറ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ആ ബമ്പറിന്റെ പോർഷൻ നമുക്ക് ഒരു ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെ ഗ്രേ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ടെക്നോ പ്ലസ് വേരിയന്റ് തൊട്ട് നമുക്ക് 6 പാർക്കിംഗ് സെൻസേഴ്സ് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഓട്ടോ ടെയിൽ ഗേറ്റ് ഈ വേരിയന്റിൽ റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ വേരിയന്റ് തൊട്ടിട്ടാണ് ഓട്ടോ ടെയിൽ ഗേറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. സെഗ്മെന്റിലെ ഏറ്റവും ബിഗസ്റ്റ് ബൂട്ടാണ് ഡസ്റ്ററിൽ വരുന്നത്. 700 ലിറ്റർ ആണ് ഫുൾ ബൂട്ടിന്റെ കപ്പാസിറ്റി. അതായത് ടോപ്പ് തൊട്ട് ബോട്ടം വരെ. ഈ നമ്മളുടെ പാസ്വേർഡയുടെ താഴെ വരെയുള്ള പോർഷന് 518 ലിറ്ററിന്റെ ബൂട്ട് സ്പേസും നമുക്ക് ലഭിക്കുന്നുണ്ട്. 60-40 സ്പ്ലിറ്റ് സീറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 പേർക്കും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഒന്നും വരുന്നില്ല. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്ന ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളർ ഇന്റീരിയർ ആണ് ഈ വേരിയന്റിൽ വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഒരു ബ്രൗണിഷ് ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതൊരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ടെക്സ്റ്റൈഡ് വുഡൻ പോലെ തോന്നിക്കുന്ന ഒരു ഫിനിഷ് കാണാനായിട്ട് പറ്റും. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, അത് 4 വിൻഡോയും 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഓട്ടോ ഡൗണിന്റെ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ ഒരു ഹാൻഡിൽ നമുക്കൊരു സിൽവർ ഫിനിഷിലും അകത്തെ ഡോർ ഹാൻഡിൽസ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലുമാണ് കൊടുത്തിരിക്കുന്നത്. സ്പീക്കർ ഗ്രില്ല് സെന്റർ മൗണ്ടഡ് ആയിട്ടാണ് വരുന്നത്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഡ്രൈവർ സീറ്റ് നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ബ്രൗൺ ആൻഡ് ബ്ലാക്ക് ഫിനിഷ് കാണാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. നല്ല വശങ്ങളിലെല്ലാം നല്ല സൈഡ് ബോസ്റ്റിംഗ് കൊടുത്തിട്ട് അടിപൊളി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അകത്തൊരു വൈറ്റ് പൈപ്പിംഗ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ നമുക്ക് ഹൈഡ്രൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകളുടെ ഓപ്ഷൻ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹുഡ് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, നമുക്ക് ഓട്ടോ ഹോൾഡിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഓട്ടോ പാർക്കിലേക്കും കാണാനായിട്ട് പറ്റും. നമുക്ക് AC വെന്റ്സ് ചുറ്റുമെല്ലാം നമ്മൾ ഈ ഒരു കണ്ട ഫിനിഷിൽ നമുക്ക് AC വെന്റ്സിന് ചുറ്റും കാണാനായിട്ട് പറ്റും. അതിന് താഴെയെല്ലാം നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. ടെക്നോ വേരിയന്റിന്റെ ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടോപ്പ് എൻഡിനേക്കാളും കുറച്ചും കൂടിയും ഭംഗിയുള്ളതും കാണാൻ ഇഷ്ടപ്പെട്ട ഒരു ഇന്റീരിയറും ഈ ടെക്നോ വേരിയന്റ് ഇന്റീരിയറാണ്. കാരണം ഈ കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോണൊക്കെയാണ്. ടോപ്പ് പോർഷൻസിലെല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷ്, അതിന് താഴെ നമുക്കൊരു വൈറ്റ് ലൈൻസ് കാര്യങ്ങൾ, ഒരു ഫേക്ക് വുഡ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് താഴെ നമുക്കൊരു സിൽവർ, ഒരു ബ്രഷ്ഡ് സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫാബ്രിക് ഫിനിഷും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലൊരു സ്പോട്ടി ലുക്കിംഗ് ഇന്റീരിയറാണ്. ഇപ്പം ഓൾ ഓവർ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിനെ ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ജെറ്റ് ഇൻസ്പയർഡ് ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നാൽ സ്റ്റിയറിംഗ് വീല് എല്ലാ വേരിയന്റുകളിലും സിമിലർ ഡബിൾ ഡീക്കറ്റ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ലെതർ റാപ്പൊന്നും വരുന്നില്ല, പക്ഷെ എന്നാലും പിടിക്കാനൊക്കെ നല്ല സുഖമുള്ള രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടി ഫംഗ്ഷനിലാണ്. താഴത്തെ പോർഷൻസിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. നമുക്ക് ഇടതുവശത്തായിട്ട് ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻസും വലതുവശത്തായിട്ട് ഫോൺ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. ആ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കാണാം. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോടുകൂടി സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷൻ ഈ വേരിയന്റിൽ വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിന്റെ മ്യൂസിക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ്. മ്യൂസിക് നെക്സ്റ്റ് അടിക്കാൻ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ താഴെയായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പാഡിൽ ഷിഫ്റ്റേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്കൊരു 8 ഇഞ്ചിന്റെ ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടെക്നോ വേരിയന്റ് ഫുള്ളി ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് അത് വരുന്നത്. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നമുക്ക് സ്ട്രേറ്റ് അവേ കാണാം. ഇതിപ്പോൾ പാർക്ക് മോഡിലാണ്. റിവേഴ്സ്, ന്യൂട്രൽ ഡ്രൈവ്, ആ ഒരു ഓപ്ഷൻസ് അതിനകത്ത് കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട നാവിഗേഷൻ, ഇക്കോ മോണിറ്റർ, പിന്നെ TPMS അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്റ്റൻസ്, ഡ്രൈവ് റേഞ്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ആ ഡ്രൈവ് മോഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഓപ്ഷനും അതിനകത്ത് വരുന്നത്. കാരണം ഇക്കോ മോഡിലാണ്, ഇക്കോ ആൻഡ്
സ്പോട്ട് അങ്ങനെ സിറ്റി അങ്ങനെ ഒരൊറ്റ ഡ്രൈവ് മോഡ് മാത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയന്റുകളിലും കൊടുത്തിരിക്കുന്നത്, അതായത് ബേസ് വേരിയന്റ് വെച്ച് ബാക്കി എല്ലാ വേരിയന്റിലും കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. ഒരു 10.25 ഇഞ്ചിന്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൺട്രോളുകൾ, അത് ഓൺ ഓഫ് ചെയ്യാനുള്ളതും വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്. ഇപ്പം അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഇന്റർഫേസിൽ തന്നെ കാണാം TPMS കൊടുത്തിരിക്കുന്നു, ഇക്കോ സ്കോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഫോൺ ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്ത ഫോണിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, ഓഡിയോന്റെ ഓപ്ഷനും കാണാം. മ്യൂസിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വച്ചിരിക്കുന്ന റേഡിയോ ബാൻഡ് അല്ലെങ്കിൽ എന്താണോ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ ആൻഡ്രോയിഡോട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങളാണ് അതിൻ്റെ താഴെ വരുന്നത്. അങ്ങനെ ഫീച്ചർ ലോഡഡായിട്ട് കൊടുത്തിരിക്കുന്നു. AC-യുടെ ഓപ്ഷൻസും അതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൽ ഡുവൽ സോണിക് ക്ലൈമട്രോണിക് AC ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ 2 ക്ലൈമറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ 21 and 23 ആ ക്ലൈമറ്റിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. അത് നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് 2 വശത്തായിട്ടും അത് മാറുന്നത് കാണാനായിട്ട് പറ്റും. സ്ക്രീനിൻ്റെ താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. അത് ഹൈഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് AC വെൻസ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് നമുക്ക് ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ആണ്. ഈ ഒരു വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഓട്ടോ AC സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹസാർഡ് ലൈൻ്റെ ഓപ്ഷൻ കോർണറായിട്ട് കൊടുത്തു. ലോക്ക് ആൻഡ് അൺലോക്ക് ഈ ഒരു വശത്തും കാണാനായിട്ട് പറ്റും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. 2 Type-C ചാർജിങ് പോർട്ടുകളും കാണാം. ഇത് നമ്മളുടെ ആ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം. ഒരു ചെറിയൊരു ജോയ്സ്റ്റിക്ക് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ ഗിയർ ലിവറാണ്. അതിനകത്ത് റിവേഴ്സ്, ന്യൂട്രൽ ആൻഡ് ഡ്രൈവ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡയറക്റ്റ് പാർക്കിൻ്റെ ഓപ്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ആ കമ്പാർട്ട്മെൻറ്റ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സെൻറ്റർ ആംറസ്റ്റ് കാണാം. അതിനകത്ത് നമുക്ക് ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. ഇത് കൂൾഡ് ഫീച്ചറോട് കൂടിയിട്ടാണ് നമ്മളുടെ ഈ സെൻട്രൽ കൺസോളിലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസിംഗ് കാണാം, ഒരു സോഫ്റ്റ് ക്ലോസിംഗ് കാര്യങ്ങളാണ് ആ ഒരു ഇതിന് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR-VMs അത് ഫ്രെയിംലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് അതും കൊടുത്തിരിക്കുന്നത്. പിന്നെ സെഗ്മെന്റിലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ആ ഒരു സൺറൂഫ് കാണാനായിട്ട് പറ്റും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് സെൻട്രൽ കൺസോളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ടച്ച് എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ടച്ച് ചെയ്താൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു റീഡിംഗ് ലൈറ്റുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് അല്ല, അത്യാവശ്യം വലിപ്പമുള്ള വലിയ ഗ്ലോ ബോക്സ് തന്നെയാണ്. ലൈറ്റും കൂൾഡ് ഫീച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡസ്റ്ററിൻ്റെ ടെക്നോ വേരിയൻ്റ് ഇൻറ്റീരിയർ. സെഗ്മെൻറ്റിലെ തന്നെ മോസ്റ്റ് ഫീച്ചർ ലോഡഡ് എന്ന് പറയേണ്ടി വരും ഈ പ്രൈസ് റേഞ്ചിൽ. കാര്യം ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16.5 ലക്ഷം രൂപയിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് വെറുതെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സീറ്റും ഇരുന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡ്രൈവിംഗ് പൊസിഷൻ, ഒരു കമാൻഡിങ് പൊസിഷൻ, നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലാണ് നമ്മൾ ഈ വാഹനത്തിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പ് മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് ഡോർ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഫാബ്രിക് ഫിനിഷ് കാണാം. ഒരു ബ്ലാക്ക് ആൻഡ് ആ ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോന്റെ കൺട്രോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം. ഓട്ടോ ഡൗൺ ഓപ്ഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അകത്തെ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ബില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് നമുക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 Type-C ചാർജിംഗ് പോർട്ടുകൾ കാണാം. ബാക്കിൽ നമുക്കൊരു സെന്റർ ആംറസ്റ്റ് ഈ വേരിയന്റിൽ വരുന്നത്. അതായത് കപ്പ് ഹോൾഡേഴ്സും ഒരു മൊബൈൽ ഹോൾഡറും കാണാനായിട്ട് പറ്റും. 3 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ അകത്തേക്ക് കയറി ഇരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഫോർ എ റെഫറൻസ് 5'11" ആണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. ഇപ്പൊ സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ്. ഹൈ ബാക്കിലുള്ള സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. നീ റൂമൊക്കെ ആവശ്യത്തിൽ കൂടുതൽ നീ റൂം ഉണ്ട്. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. പലരും കൺസേൺ ആയിട്ട് പറയുന്നത് സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ബാക്കിൽ സ്പേസ് കുറവാണെന്നാണ്. പക്ഷെ എനിക്ക് സ്പേസ് കുറവായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പാകത്തിനുള്ള സ്പേസ് ഇതിന്റെ ബാക്ക് സീറ്റിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാക്ക് ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ് റൂമിൽ കൺസേൺസ് ഒന്നും വരുന്നില്ല. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്കും റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് നമുക്ക് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. അതൊരു സോഫ്റ്റ് ക്ലോസിങ്ങോട് കൂടിയ രീതിയിലാണ് വരുന്നത്. അതിന് ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് പാഴ്സൽ ട്രേയും വരുന്നുണ്ട്. ഇപ്പോൾ ഡസ്റ്ററിൽ വേറൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഡസ്റ്ററിന്റെ സൺറൂഫാണ്. സൺറൂഫ് നമുക്ക് ബാക്കിൽ വരെ പോകുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുള്ളി ഓപ്പൺ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആ ഒരു പനോറമിക് വ്യൂ
ഈ വാഹനത്തിലെ എല്ലാ പാസഞ്ചേഴ്സിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടെക്നോ വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്കിപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS CBT ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, പിന്നെ 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, TPMS, അങ്ങനെ സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഉണ്ടാവേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസിന്റെ ഒരു 20+ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഗ്ലോബൽ എൻക്യാപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഭാരത് ക്രാഷ് ടെസ്റ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്താണെങ്കിലും 5 സ്റ്റാർ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത്യാവശ്യം നല്ല സ്ട്രോങ് ആൻഡ് സോളിഡ് ആയിട്ടാണ് ഈ വാഹനം നമുക്ക് ഫീൽ ചെയ്യുക. ഈ ഡോറൊക്കെ തുറന്നടയ്ക്കുന്ന സമയത്താണെങ്കിൽ കിട്ടുന്ന ഒരു തക്ക് ഫീൽ, അത്യാവശ്യം നല്ലൊരു ഹെവി വാഹനമായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ടെക്നോ വേരിയന്റിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ഈ വേരിയന്റ് നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസിലാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 100 PS പവറും 160 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ഓട്ടോമാറ്റിക് ഒന്നും കൊടുത്തിട്ടില്ല. മൈലേജ് നോക്കുകയാണെങ്കിൽ കമ്പനി ഇതുവരെ ഒഫീഷ്യലി മൈലേജ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ എഞ്ചിൻ ഉപയോഗിക്കുന്ന റെനോന്റെ മറ്റ് വാഹനങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് നിയർ ബൈ 20 ആണ്. പക്ഷേ ഇത് അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമായതുകൊണ്ട് ഒരു റിയൽ ലൈഫിൽ ഒരു 15 വരെയൊക്കെ മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 14-15 ഒക്കെ ആ ഒരു എഞ്ചിനിൽ എക്സ്പെക്ട് ചെയ്യാം. സെക്കൻഡ് എഞ്ചിനായിട്ട് കൊടുത്തിരിക്കുന്നത് 1.3 ലിറ്റർ 4 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. സെഗ്മെന്റിലെ മോസ്റ്റ് പവർഫുൾ പെട്രോൾ എഞ്ചിനും ഈ ഒരു എഞ്ചിനാണ്. 161 HP പവറും 280 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല രസമാണ്, കാല് കൊടുത്ത പറന്ന് കയറുന്ന ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് DCT ആണ് കൊടുത്തിരിക്കുന്നത്. അത് വെറ്റ് ക്ലച്ച് DCT എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗിയർ ഷിഫ്റ്റ് ഒന്നും നമ്മൾ അറിയുകയും കൂടി അത്ര സ്മൂത്താണ് അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലെ ടോപ്പ് എൻഡ് വേരിയന്റും ഈ ടെക്നോ വേരിയന്റ് ആണ്. ആ 1 ലിറ്റർ ടർബോ പെട്രോൾ നമുക്ക് മാനുവൽ മാത്രമേ ഉള്ളൂ. അത് ഒതന്റിക് എന്ന് പറഞ്ഞ ബേസ് വേരിയന്റിൽ, സെക്കൻഡ് വേരിയന്റ് എവല്യൂഷൻ, തേർഡ് വേരിയന്റ് ടെക്നോ, ഈ 3 വേരിയന്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എവല്യൂഷൻ തൊട്ട് മുകളിലേക്കുള്ള എല്ലാ വേരിയന്റുകളും നമുക്ക് ടർബോ പെട്രോളും അതിന്റെ ഓട്ടോമാറ്റിക്കും റെനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ അതുപോലെ തന്നെ ഇതിനകത്തൊരു ഹൈബ്രിഡ് എഞ്ചിനും കൂടിയും റെനോ പറഞ്ഞിട്ടുണ്ട്. അത് ദീപാവലിയോട് കൂടിയായിരിക്കും പുറത്തു വരിക. അപ്പോൾ അതിന്റെ കറക്റ്റ് പവർ ഫിഗറും മൈലേജും കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് ആയ ഒതന്റിക് വേരിയന്റ് നിങ്ങൾക്കിപ്പോൾ 12,91,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം. ആ ബേസ് വേരിയന്റ് നമ്മുടെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് വേരിയന്റ് ആണ് എവല്യൂഷൻ. ആ വേരിയന്റിന്റെ 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് 13,34,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റ് അതാണ്. ആ വാഹനത്തിന് 15,90. അതായത് ഡസ്റ്ററിന്റെ ഒരു ടർബോ പെട്രോൾ നിങ്ങൾ മിനിമം വാങ്ങണമെങ്കിൽ അത് മാനുവൽ ആണെങ്കിൽ 15,90 ആണ് സ്പെൻഡ് ചെയ്യേണ്ടത്. സെക്കൻഡ് വേരിയന്റിൽ തന്നെ നമുക്ക് DCT ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ വാഹനത്തിന് 17,69,000 രൂപ. അതായത് പുതിയ ഡസ്റ്ററിന്റെ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് ഓൺ റോഡ് ഇറക്കണമെങ്കിൽ മിനിമം 17,69,000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന തേർഡ് വേരിയന്റ് ടെക്നോ വേരിയന്റ് ആണ്. ടെക്നോ വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,49 1 ലിറ്റർ ടർബോ. അതിന്റെ 1.3 ടർബോയിലേക്ക് പോയി കഴിഞ്ഞാൽ 17,69. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ DCT ഓട്ടോമാറ്റിക് ഉള്ള വാഹനം 19,68,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി അടുത്തൊരു വേരിയന്റ് ടെക്നോ പ്ലസ് ആണ്. ടെക്നോ പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ അഡീഷണലി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു 18 ഇഞ്ച് വീൽസ് ആവും. പുറത്ത് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10 ഇഞ്ചിന്റെ സ്ക്രീൻ ലഭിക്കും. പിന്നെ പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ കൂടുതൽ ലഭിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്ത് ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. ആ വാഹനമാണ് ടെക്നോ പ്ലസ്. അതിന്റെ മാനുവൽ വേരിയന്റിന് 18,95, ഓട്ടോമാറ്റിക്കിന് 20,65,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് ടെക്നോയും ടെക്നോ പ്ലസും തമ്മിൽ 1,00,000 രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത് ഓട്ടോമാറ്റിക് വേരിയന്റിന്. പിന്നെ ടോപ്പ് എൻഡ് വേരിയന്റ് ആയിട്ട് ഐക്കോണിക് ആണ്. അതിന്റെ മാനുവലിന് 21,00,000 രൂപ, 21,100,000 എന്നാണ് കൊടുക്കുന്നത്. 21,00,000 രൂപയും DCT ഓട്ടോമാറ്റിക് 22,83,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് പ്രൈസ് റേഞ്ച്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാവുന്നത് ഈ ഒരു ടെക്നോ വേരിയന്റ് തന്നെയാണ്. സെഗ്മെന്റിലെ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതിൽ ഒരു ഫീച്ചർ ലോഡഡ് ആയിട്ടൊരു വാഹനവും നമ്മളുടെ പുതിയ ഡസ്റ്ററിന്റെ ഈ ടെക്നോ വേരിയന്റ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യാനും മറക്കരുത്. കാര്യം യൂട്യൂബ് തന്നെ നമ്മളുടെ ഫോളോവേഴ്സിനോട് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും പറയാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡസ്റ്ററിന് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാഖിന് 1,650 രൂപ വെച്ചിട്ടാണ് അടവ് വരിക. ഈ EMI ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും. ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ റെനോയുടെ നമ്പർ കൊടുക്കാം. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ബുക്കിങ്ങോ ഡെലിവറിയോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.